പയ്യന്നൂരിൽ നടന്ന കാഫ് കുടുംബ സംഗമം ശ്രദ്ധേയമായി. പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. കേരളത്തിലെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ആർട്ടിസ്റ്റസ് ഫ്രട്ടേണിറ്റി കാഫിന്റെ കണ്ണൂർ ജില്ലാ കുടുംബ സംഗമം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കാഫ് അംഗങ്ങൾ നടത്തിയ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. പ്രോഗ്രാം കൺവീനർ രമേശ് പയ്യന്നൂർ സ്വാഗതവും കാഫ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കണ്ണൂർ സോമസുന്ദരം അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ ചെയർമാൻ സന്തോഷ് ബാബു ആമുഖ ഭാഷണം നടത്തി. മലയാളത്തിന്റെ അഭിമാനമായ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സംഗീത തൊഴിലാളികൾ അല്ലെങ്കിൽ സംഗീതം ഉപാസിക്കുന്നവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതിന് അത്ര വലിയ ഗൗരവമൊരു കാര്യമല്ല സംഗീതവും കലയും. ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും അത്ര ഗൗരവമായിട്ട് അത് തോന്നിയിട്ടില്ല അവർക്ക്. അതിനൊക്കെ ക്രിക്കറ്റ്, സ്പോർട്സ് ഐറ്റംസ്, നീന്തൽ, എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കോടാനുകോടി രൂപ ചെലവ് ചെയ്ത് അതിന് ഊന്നൽ കൊടുത്ത് അത് ഗംഭീരമായി ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കലാകാരന്മാരെ തിരിഞ്ഞു നോക്കുകയോ അവരുടെ അവശത മനസ്സിലാക്കുകയോ അവർക്ക് വേണ്ടത് കാര്യം ചെയ്യാനോ അവർക്ക് ഉത്തരവാദിത്വമില്ല. അവർക്ക് അതിനൊരു നേരമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഘടന അനിവാര്യമാണ്. കലാകാരന്മാർ തമ്മിൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒരുപോലെയാണെന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകുക, ആത്മാർത്ഥതയോടെ ഈ സംഘടനയെ നയിക്കുക, ഈ സംഘടനയ്ക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകുക. നമുക്കോ പറ്റാത്ത കാര്യം വേറെ ആൾക്ക് പറ്റണമെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുക. എനിക്ക് പറ്റാത്ത അവന് പറ്റണ്ടെന്നുള്ള മനോഭാവം വെടിഞ്ഞ് പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവരും നെഗറ്റീവാണ്. ചടങ്ങിൽ പ്രശസ്ത സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, പ്രശസ്ത ഗായകൻ കണ്ണൂർ ഷെരീഫ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. സെക്രട്ടറി അശോകൻ തളിപ്പറമ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PRO പ്രസാദ് അരയാല കാഫ് അംഗങ്ങൾക്കായി ഒരുക്കിയ 100 മേനി പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ട്രഷറർ ജോയി തോമസ് നന്ദി പ്രകാശനം നടത്തി. ചടങ്ങിൽ വിദ്യാധരൻ മാസ്റ്ററെ കാഫ് രക്ഷാധികാരിയായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ പൊന്നാട ചാർത്തിയും മൊമെന്റോ നൽകിയും ആദരിച്ചു. ചടങ്ങിൽ വെച്ച് വാദ്യകലാരത്നം പയ്യാവൂർ ഗോപാലൻകുട്ടി മാരാർ, ക്ഷേത്രകലാരത്നം ഡോക്ടർ എടക്കാട് രാധാകൃഷ്ണ മാരാർ, കലാരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട തബലിസ്റ്റ് പ്രദീപൻ തലശ്ശേരി എന്നിവരെയും ആദരിച്ചു. മാവേലിയുടെ വരവും അംഗങ്ങൾക്കായി ഓരോ മണിക്കൂറിലും നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും പരിപാടിക്ക് കൊഴുപ്പേകി. കാഫ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും പരിപാടിക്ക് മാറ്റുകൂട്ടി. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. For the best job oriented college goes to Airborne. പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.